SSLC ഫിസിക്സിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ ഈസ് റിക്വയർഡ് ടു പുഷ് എ ലോഡ് അപ്പ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ലെങ്ത് 5 meter and a height 3 meter. Calculate the mechanical advantage of the inclined plane. So ഒരു inclined plane ആണ് ബേസിക്കലി നമ്മുടെ കയ്യിലുള്ളത്. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ ഇക്വേഷൻ? വളരെ സിമ്പിൾ ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കാണണമെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ലെങ്ത് ബൈ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ഹൈറ്റ് എടുക്കാം. ഇവിടെ ചോദ്യത്തിൽ അതൊക്കെ തന്നിട്ടുണ്ടോ? യെസ്, തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ ലെങ്ത് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് 5 meter. ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ലെങ്ത്, നീളം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ തന്നു. വേറെ എന്താ തന്നത്? യെസ്, പറഞ്ഞിട്ടുണ്ട് ദ ഹൈറ്റ് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് 3 meter. ചെരിവ് തലത്തിന്റെ ഉയരം തന്നിട്ടുണ്ട്. ചെരിവ് തലത്തിന്റെ ഉയരം എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാം. എന്താ ഇക്വേഷൻ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലെങ്ത് ബൈ ഹൈറ്റ് ആണ്. ലെങ്ത്തിനെ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടു. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നീളം ബൈ ഉയരമാണ്. നീളം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്, ഉയരം 3 മീറ്റർ ആണ്. 5/3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 5/3 will be the mechanical advantage of this inclined plane.